നമസ്കാരം. തിരുവനന്തപുരത്ത് ആര്യങ്കോട് എന്ന സ്ഥലത്ത് ഒരു ടെക്സ്റ്റൈൽ ഉടമയെ ഒരാൾ തോർത്ത് വാങ്ങിക്കാൻ വന്ന ആൾ വെട്ടി പരിക്കേൽപ്പിക്കുകയുണ്ടായി. അപ്പം അദ്ദേഹത്തിന് വാക്ക് തർക്കമാണ് സംഭവം. തോർത്ത് കൊടുത്തില്ല എന്നുള്ള കാരണം കൊണ്ട് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. തോർത്ത് കൊടുക്കാണ്ട് വിടുന്നു. വൈകിട്ട് രാത്രിയിൽ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ രണ്ടുപേരും പോയിട്ട് വന്നിട്ട് വാളൊക്കെ വെച്ച് വെട്ടുന്നു. അതേപോലെ തന്നെ കമ്പി വടി കൊണ്ട് ആക്രമിക്കുന്നു. അവിടുത്തെ കടയിലെ ചില്ലെല്ലാം അടിച്ചു തകർക്കുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഇപ്പം അദ്ദേഹം ചെയ്ത് തെറ്റ് തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് മുന്നും പിന്നും ആലോചിക്കേണ്ടുന്ന കാര്യമില്ലല്ലേ. അതായത് ഒരു കട കയറി ആക്രമിക്കുക, അതിൻ്റെ ഉടമസ്ഥനെ വെട്ടി പരിക്കേൽപ്പിക്കുക, ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെയാണ്. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതിപ്പോൾ എന്തോ ആരുടെ ഭാഗത്തെ തെറ്റൊന്നും നമുക്കറിയില്ല. ഇദ്ദേഹം ചെയ്ത് തെറ്റ് തന്നെയാണെന്നുള്ള ഒരു സംശയമില്ല. പക്ഷേ പൊതുവെയുള്ള നമ്മളുടെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കടക്കാരുടെ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വരുന്നവരുടെ ഭാഗത്തും തെറ്റുണ്ട്, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റ് കാണാറുണ്ട്. ചില ആളുകളുടെയൊക്കെ കടക്കാരുടെ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്തോ ഓസിന് സാധനം മേടിക്കാൻ വരുന്ന കണക്കാണ് നമ്മളുടെ അടുത്തുള്ള പെരുമാറ്റം. ഓക്കെ, ഇവന്മാരുടെ വായിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അടി വെച്ച് കൊടുക്കാൻ നമുക്ക് തോന്നും. നമ്മൾ പിന്നെ ചെയ്യാത്തത് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ കാര്യം പോക്കാണ്. ചിലന്മാരുടെയൊക്കെ വായിരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോർത്ത് മേടിക്കാൻ വന്ന ആളുടെ മട്ടും ഭാവം ശരിയല്ലാത്തത് കൊണ്ട് തോർത്ത് കൊടുക്കാതെ വിട്ടു എന്നുള്ളതാണ്. തോർത്ത് മേടിക്കാൻ വരുന്നവരുടെ പിന്നെ ഇനി അവരുടെ ബാക്കി സൗന്ദര്യമെല്ലാം നോക്കിയിട്ടാണ് തോർത്ത് കൊടുക്കുന്നത്. തോർത്ത് മേടിക്കാൻ വന്നാൽ തോർത്ത് കൊടുക്കുക, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പം ശരിക്കും നടന്ന സംഭവം എനിക്കറിയില്ല. പക്ഷെ പൊതുവെ കണ്ടുവരുന്ന സംഭവമാണ്. ചെറിയ കടയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുതലാളി ജവഞ്ഞിട്ട് ഒരാളിരിക്കും. ഓക്കെ, ചിലപ്പം ശരിക്കും മുതലാളി ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മുതലാളി ഏൽപ്പിച്ച ഒരാളായിരിക്കും. അപ്പോൾ ഇയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് അയാൾ മാത്രമേ അവിടെ കട ഉള്ളൂ എന്നുള്ള ഒരു ഭാവത്തിലായിരിക്കും ഇരിക്കുന്നത്. അയാളുടെ മാത്രമേ സാധനമുള്ളൂ. നമ്മൾ വന്നിട്ട് എന്തെങ്കിലും സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചിട്ട് പോകുന്നുള്ളൊരു മട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ബാക്കിയുള്ള ഈ ജിയോ മാർട്ട് അതണക്കുള്ള ചെറിയ വേറെ ഈ ഓൺലൈൻ ഡെലിവറീസ് ഒക്കെ കൂടുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. യവന്മാരുടെ കയ്യിരിപ്പ് കൊണ്ടാണ്. എന്നിട്ട് അതൊക്കെ വരുമ്പോഴത്തേക്ക് കിടന്ന് മോങ്ങുകയും ചെയ്യും. അയ്യോ താണ്ട എല്ലാം ഓൺലൈൻകാർ കൊണ്ടുപോകുന്നേ, നമുക്ക് കച്ചവടം ഇല്ലേന്ന്. കയ്യിരിപ്പ് ഇത് തന്നെയല്ലേ. എനിക്ക് ഈയിടെ ഉണ്ടായ അനുഭവം പറഞ്ഞുതരാം. ഒരിടത്ത് മാവ് ഞാൻ ഒരു കടയിൽ നിന്ന് വാങ്ങിയപ്പം എക്സ്പയറി ആയതുകൊണ്ട് തിരിച്ചു കൊണ്ട് കൊടുത്തു, അതെടുത്തു. എന്നിട്ട് വേറെ കട ചെന്ന സമയത്ത് ഞാൻ ഈ എക്സ്പയറി മറ്റേ മാവ് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കും. അപ്പോൾ ചേട്ടാ എക്സ്പയറി ഒക്കെ ഡേറ്റ് ഒക്കെ ഉള്ളതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ ചോദിച്ചു, അന്ന് ഇയാൾ അങ്ങനെ ചോദിച്ചത്? അല്ല, എക്സ്പയറി